എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 1949 ജെറുസലേം പള്ളിക്കൂടത്തിൽ സമാരംഭിച്ച് 75 വർഷം പൂർത്തിയാക്കുന്ന ജെറുസലേം മൗണ്ട് ഹൈസ്കൂളിൻ്റെ ജൂബിലി ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ചെർത്തലാട്ടച്ചൻ എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട CV ജോർജ് കോർപ്പിസ്കോപ്പായുടെ പരിശ്രമഫലമായി സമാരംഭിച്ച സ്കൂള് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഇന്നൊരു ജൂനിയർ കോളേജായിട്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ജൂനിയർ കോളേജായി വളരാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 75-ാം വാർഷിക ആഘോഷത്തിൽ പഴയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം സന്തോഷിക്കുന്നതിന് അതിന് ചുമതലപ്പെട്ടവരെ തീരുമാനിച്ചു. അതനുസരിച്ച് ഈ ഡിസംബർ 28-ാം തീയതി ശനിയാഴ്ച സ്കൂളിലെ പരിസരത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. സ്കൂളിലെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അന്നേ ദിവസം അവിടെ കൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ സന്തോഷാവസരം ശരിയായി ഉപയോഗിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നൊരു ആഗ്രഹമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. 98 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ ആരോഗ്യകരമായ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദൈവം അനുവദിച്ചാൽ അവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ കൊതിക്കുന്നു. നമ്മൾ പരസ്പരം കണ്ടു പിരിഞ്ഞിട്ട് 40, 50, 60, 70 വർഷങ്ങൾ വരെയായി. അതിനുശേഷം കണ്ടിട്ടുള്ളവരുണ്ട്, അനേകം പേരെയും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾ പലരുടെയും മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കാണുവാനും സന്തോഷിക്കുവാനും സല്ലപിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വരികയില്ലേ? നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് സന്തോഷിക്കാം, ഒരുമിച്ച് ചിരിക്കാം. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. 60-70 വർഷത്തെ കഥ പറയാനില്ലേ നമുക്കൊക്കെ? 10-15 വയസ്സിൽ പിരിഞ്ഞ് നമ്മൾ ഇന്ന് 70-80 വയസ്സ് വരെ പ്രായമായവരല്ലേ? നമ്മുടെ കഥകൾ പരസ്പരം പറയാൻ, പരസ്പരം സന്തോഷിക്കാൻ ഈ നല്ല അവസരം ഇതിന് ചുമതലപ്പെട്ടവരെ തയ്യാറാക്കിയതിൽ നമുക്ക് സന്തോഷിക്കാം. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വരികയില്ലേ? എല്ലാവരും വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഞാനും അന്നവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പരമാവധി അത് ശ്രമിക്കാം. ദൈവത്തോട് അപേക്ഷിക്കുന്നു, അതിന് സൗകര്യം തരണമേ എന്ന്. എല്ലാവരെയും കാണാൻ ഞാൻ കൊതിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സന്തോഷകരമായ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും എല്ലാവരെയും വീണ്ടും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം.